ഇന്ന് നമ്മൾ ബീഫാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണിത്. പിന്നെ അതിലോട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ചേർത്ത് അടുപ്പിൽ വെക്കാൻ വേവിക്കാനായിട്ട്. ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം ബീഫ് മസാല, അതിനുശേഷം കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് പൊടി. ഇതെല്ലാം ചേർത്ത് നല്ല മിക്സ് ചെയ്ത് വെക്കുക. ഇതെല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതാണിത്. ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. ബീഫ് നമ്മൾ അടുപ്പിൽ വെച്ചു. ഇനി അത് വേകട്ടെ. ഇനി നമുക്ക് ബീഫ് തിളച്ചോന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇനി നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്നിട്ട് ഇളക്കി വേകട്ടെ. അപ്പം ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലോട്ട് നമുക്ക് സബോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും അരിഞ്ഞ് വെച്ച് ചേർക്കാം. ഇതിലോട്ട് കുറച്ച് വേപ്പിലയും ഇട്ട് നമ്മൾ കേട്ടോ എല്ലാം കൂടി ഇളക്കി കൂട്ടി ഒന്നുകൂടി വേവിക്കാൻ വെക്കാം നമുക്ക്. ഇതവിടെ നിന്ന് വേകട്ടെ. നമുക്ക് ഇതിനുള്ള പൊടി മസാല കൂട്ടുണ്ടാക്കാം. അതിനെ നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിന് നമുക്ക് ചീനച്ചട്ടി അടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. അതിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചരപ്പ് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി അതും ഒന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഇതൊന്ന് പച്ചരപ്പ് മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ബീഫ് ചേർക്കാം. നമ്മുടെ ബീഫ് എന്തോന്ന് നോക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഈ മസാലക്കൂട്ട് ചേർക്കാം. നമുക്ക് കണ്ടോ, മസാലക്കൂട്ട് ചേർക്കുവാണ്. ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ഇട്ടതിനകത്തോട്ട് ചേർത്ത് ഈ പരിവായ നമുക്കിനി ഉപ്പൊക്കെ ഉണ്ടാവും നോക്കാം. അതിൻ്റെ അത് കാണിച്ചില്ല. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. നമുക്ക് നിറയെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത്ര ഉപ്പ് മതിയേ. നമ്മുടെ ബീഫ് കറി, ബീഫ് വരട്ടിയത് റെഡിയായി കേട്ടോ.